നമസ്കാരം. നമസ്കാരം. ചേട്ടാ പേരെന്തായിരുന്നു? എൻ്റെ പേര് ജോർജ് കുട്ടി. ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPക്ക് വേണ്ടി സജീവമായിട്ട് നിങ്ങൾ എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം പ്രതീക്ഷയുണ്ട്? നല്ല പ്രതീക്ഷയുണ്ട്. നല്ല പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ രാഷ്ട്രീയമല്ല. ഇവിടെ ഇപ്പോൾ ഒരു പണക്കൊഴുപ്പിൻ്റെ രാഷ്ട്രീയമാണ് ഇടതിനും വലതിനും ബാക്കിയുള്ള സ്ഥാനാർത്ഥികളൊക്കെ ചെയ്യുന്നത്. പക്ഷേ BJPയുടെ പ്രവർത്തനം അങ്ങനെയല്ല. BJPയെ സംബന്ധിച്ച് ഇവിടുത്തെ മലയോര കർഷകർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയമാണ് ഇപ്പോൾ പറയുന്നത്. ബാക്കിയുള്ള രാഷ്ട്രീയങ്ങൾ ഇവിടെ പറയുന്നില്ല. ഇവിടുത്തെ മലയോര കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതിഭീകരമാണ്. അതിഭീകരം എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ് അവസ്ഥ. കൃഷി ചെയ്യാമല്ലാത്ത, അതായത് കാർഷിക മേഖലയാണ് ഈ നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥാപനം ഏരിയ. അപ്പോൾ ഇതിൽ രാഷ്ട്രീയം ഇവർ പറയുന്നത് വേറെയാണ്. ഇടതൻ വലതിനെ കുറ്റം പറയുന്നു, വലതൻ ഇടതനെ കുറ്റം പറയുന്നു. കഴിഞ്ഞ 9 കൊല്ലമായിട്ട് ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ഭരണമാണ്. ഞങ്ങളുടെ MLA ആയിരുന്നത് മിസ്റ്റർ അൻവറാണ്. അൻവറിന് ആദ്യത്തെ പ്രാവശ്യം വോട്ട് ചെയ്ത വ്യക്തിയാണ് ഞാനിപ്പോൾ BJPക്കാരനാണെങ്കിലും ആദ്യത്തെ പ്രാവശ്യം ഒരു മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്തതാണ്. പക്ഷേ വളരെ വളരെ നിരാശാജനകമായ ഒരു പ്രകടനമാണ് അൻവർ കഴിച്ച്. അൻവർ എന്താണ് പറയുന്നത് അൻവറിന് തന്നെ ഇപ്പോൾ അറിയില്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, ഇവിടെ ഇപ്പോൾ ലോകം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അൻവർ എന്താണ് പറയുന്നത്? ഒരു പുല്ലും, അങ്ങനെ തന്നെ പച്ച മലയാളത്തിൽ പറഞ്ഞ ഒരു പുല്ലും അൻവർ ഈ നിലമ്പൂരിന് വേണ്ടി ചെയ്തിട്ടില്ല. അൻവർ എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ പോകുന്നു. ആദ്യം പറഞ്ഞു, ഞാൻ ആദ്യം ജയിച്ചപ്പം മുഖ്യമന്ത്രി എൻ്റെ സ്വന്തം ആളാണ്, വയനാട്ടിലേക്ക് ഒരു എലിവേറ്റർ ഹൈവേ നേരെ നിലമ്പൂരുകാരെ കയറ്റുമെന്ന് പറഞ്ഞു, കയറ്റി. രണ്ടാമത് പാലാട് ഗ്രൗണ്ട്, കോളേജ്, ബൈപ്പാസ്, ഒരു സാധനം ഒരു ഇഞ്ച് ഇന്നേ വരെ മുന്നോട്ട് മാറിയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അൻവറിന് മാത്രമാണ്. നമ്മുടെ സാധാരണ ജനത്തിൻ്റെ നികുതി പണം കൊണ്ടാണ് ഇലക്ഷൻ നടക്കുന്നത്. കോടിക്കണക്കിന് രൂപ ചെലവഴിക്കാതെ ഒരു ഇലക്ഷൻ നടക്കില്ല. അത് ഏത് രീതിയിലുള്ള പണവും ഉപയോഗിക്കുകയാണ് ഈ നിലമ്പൂരിന് 6 മാസത്തിനേക്ക് വേണ്ടി. ഇതിന് പൂർണ്ണ ഉത്തരവാദി അൻവർ മാത്രമാണ്. അതോടുകൂടി തന്നെ ഇടതുപക്ഷവും വലതുപക്ഷവും ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നിലമ്പൂർ ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിച്ചതാണ്. ഇവിടുത്തെ മലയോര കർഷകർ അനുഭവിക്കുന്ന കഷ്ടതയ്ക്ക് ഇവർക്ക് ധാർമ്മികതയുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞിട്ട് ഇവരെല്ലാം മോഹൻ ജോർജിന് പിന്തുണ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത്. മലയോര കർഷകനായ, ഇവിടെ ഒരു കുടിയേറ്റ കർഷകൻ്റെ മകനായി ജനിച്ച അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് നിരുപാധികം പിന്തുണയാണ് അൻവർക്ക് കൊടുക്കേണ്ടത്. മലയോര നിവാസികളെ ഇവർ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നത് സത്യമാണെങ്കിൽ പൂർണ്ണ പിന്തുണ കൊടുത്തിട്ട് പ്രചരണ രംഗത്തുനിന്ന് ഇവർ പിന്വാങ്ങണമെന്നാണ് പറയുന്നത്. അങ്ങനെ നിലമ്പൂർ ജനതയെ ഇനി പറ്റിച്ച് ജീവിക്കാൻ ഈ ഇവിടുത്തെ ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഞങ്ങൾ അനുവദിക്കുന്നില്ല എന്നൊരു മുന്നറിയിപ്പും കൂടി ഈ ഇലക്ഷനിൽ കാണാം നിങ്ങൾക്ക്. മോഹൻ ജോർജിന് അതേമാതിരിയുള്ളൊരു പിന്തുണ നല്ല ശക്തമായിട്ട് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലുണ്ടാകും. ഇപ്പോൾ കേരളത്തിലെ പ്രമുഖ യൂട്യൂബ് ചാനലായിരുന്ന മറുനാടൻ മലയാളിയിലെ അതിൻ്റെ ഓണറായിട്ടുള്ള സാജൻ സ്കറിയ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനപ്പോൾ മറുനാടൻ മലയാളി കേരളത്തിലെ പ്രമുഖ ഒരു യൂട്യൂബ് ചാനലാണ്. അതിലെ ഓണറായിട്ടുള്ള സാജൻ സ്കറിയയുടെ പുറകെ ഒരുപാട് നാൾ നടന്ന ഒരാളാണ് അൻവർ. അപ്പോൾ MLA സ്ഥാനം കിട്ടിയതിന് ശേഷമുള്ള സമയം ഇതുപോലെയുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങൾ തീർക്കാനുള്ള ഒരു സമയമായിട്ട് തന്നെയായിരുന്നില്ലേ അദ്ദേഹം ഇത് വലിയ ഒരു സമയം ചെലവഴിച്ചത്? ഞാനത് പറയുമ്പോൾ നമ്മൾ കുറച്ച് പിന്നോട്ട് പോകുമ്പോൾ, നമ്മൾ ആദ്യം അൻവർ എന്ന് CPMൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന CPMൻ്റെ പ്രധാനപ്പെട്ട ഒരാളെ കടന്നൽ രാജ എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഷാജൻ സ്കറിയയുടെ പുറകെ പോയപ്പോൾ നമ്മളൊക്കെ ആദ്യം ഓർത്തു അൻവർ പറയുന്നതൊക്കെ ശരിയാണെന്ന്. അങ്ങനെ ഷാജൻ സ്കറിയയുടെ പുറകെ പോയ അൻവറിൻ്റെ സ്ഥിതി എന്താണ്? ഇന്ന് അൻവർ പറയുന്ന രാഷ്ട്രീയം എന്താണ്? ആദ്യം പറഞ്ഞു ഷാജൻ സ്കറിയ ഇവിടെ വർഗീയത ഉണ്ടാക്കുന്നുണ്ട്, അതുണ്ടാക്കുന്നുണ്ട്, ഇതുണ്ടാക്കുന്നുണ്ട്, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളോട് പറഞ്ഞു. അപ്പം മീഡിയ നന്നായിട്ട് കവർ ചെയ്യുകയും ചെയ്തു. അപ്പം ഞങ്ങളൊക്കെ ഇത് നിരീക്ഷിച്ചപ്പം ഇന്ന് ഷാജൻ സ്കറിയ നന്നായിട്ട് തന്നെ അയാളെ യൂട്യൂബ് വർക്ക് നടക്കുന്നുണ്ട്, നല്ല ഫോളോവേഴ്സും ഉണ്ട്. പക്ഷേ അൻവറിൻ്റെ സ്ഥിതി എന്താ? ഇന്ന് അൻവറിൻ്റെ പിന്നിൽ ആരാ ഉള്ളത്? അൻവർ പറഞ്ഞത് ഏതെങ്കിലും സത്യമുണ്ടോ? പിന്നെ പിണറായി എൻ്റെ ബാപ്പാൻ്റെ സ്ഥാനത്താന്ന് പറഞ്ഞു. ഇപ്പോൾ പിന്നെ പറഞ്ഞു KC വേണുഗോപാൽ എൻ്റെ ഏതാണ്ടൊരു സ്ഥാനത്താന്ന് പറഞ്ഞു. ഈ KC വേണുഗോപാലിനെയും പിണറായിയും ഒക്കെ തള്ളി പറഞ്ഞ അൻവറിൻ്റെ നിലപാടെന്താ? അതാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അൻവറിനോട് നമുക്ക് വിരോധമൊന്നുമില്ല. പുള്ളി നല്ലൊരു ഒന്നാം തരം കച്ചവടക്കാരനാണ്, അത് കച്ചവടം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അൻവറിനെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടന്നത് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഈ വിഡ്ഢികളായ CPMകാരാണ്. അതെനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം ഇവിടെ പ്രഖ്യാപിച്ചപ്പോൾ ഇവിടെ ഈ നിലമ്പൂരിൻ്റെ തെരുവോരങ്ങളിൽ അൻവറിനെതിരെ സമരം ചെയ്ത് ഇവിടുത്തെ CPMകാരാണ്. ആ അൻവറിനെ പിന്നെ ഇവിടെ ജയിപ്പിച്ചു എല്ലാവരും. അത് ഞാൻ വ്യക്തിപരമായിട്ട് പറയട്ടെ, ആര്യാടൻ ഷൗക്കത്തിനോടുള്ള ഒരു എതിർപ്പുണ്ട്. കോൺഗ്രസിൽപ്പെട്ട ആൾക്കാരും ലീഗിൽപ്പെട്ട ആൾക്കാരും കൂടി ജയിപ്പിച്ചിട്ടാണ് അൻവർ ജയിക്കുന്നത്. അതാണ് അതിൻ്റെ സത്യം. അല്ലാത്ത CPMൻ്റെ വോട്ട് കൊണ്ടൊന്നും ഇവിടെ ഒരിക്കലും ജയിക്കില്ല. രണ്ടാമത്തെ പ്രാവശ്യം അതുകൊണ്ട് തന്നെ അൻവറിൻ്റെ ഭൂരിപക്ഷം വളരെ ക്രമാതീതമായി കുറഞ്ഞ 2000 ചില്ലറ വോട്ടിന് കണ്ടാണ് അൻവർ ജയിച്ചത്. മൂന്നാമത് അൻവർ ജയിക്കൂല എന്ന് അൻവർക്ക് ബോധ്യമായി. അതുകൊണ്ട് അൻവർ ഒരു മറുകണ്ഠം ചാടാൻ വേണ്ടി ഒരു കളി കളിച്ചതാണ്. പക്ഷേ ആ കളി പാളിപ്പോയി. എന്തായാലും കൊള്ളാം, ഈ 9 വർഷവും നിലമ്പൂരിലെ ജനങ്ങളെ പച്ചയായിട്ട് പറ്റിക്കുകയും
അതിൻ്റെ പരിണത ഫലം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. അതിന് യാതൊരു തർക്കവും വേണ്ട. ഇപ്പോൾ പ്രധാനമായിട്ട് നിലമ്പൂരിലൊരു പ്രതിസന്ധി ഇവിടെയുള്ള മലയോര കർഷകർക്കൊപ്പം തന്നെ ആദിവാസി മേഖലയിൽ അവർ വലിയ രീതിയിൽ ഒരു പ്രതിസന്ധി അനുഭവിക്കുന്ന ആളുകളാണ്. ഈ ആദിവാസി വിഭാഗത്തിലെ ആളുകൾ പരമ്പരാഗതമായിട്ട് ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും വോട്ട് ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ള ആളുകളാണ്. ഇത്തവണ അവരെന്തെങ്കിലും ഒരു മാറ്റം അവരുടെ ഇടയിൽ നിന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ആദിവാസി സമൂഹത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കേന്ദ്രം കൊടുത്ത ഫണ്ടുകൾ, അത് ഈ സർക്കാരായിക്കോട്ടെ മുൻ സർക്കാരായിക്കോട്ടെ, ആദിവാസികത്തിന് വേണ്ടി കൊടുത്ത ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ഫണ്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നിലമ്പൂരുള്ള ഒരുപാട് ആദിവാസി വിഭാഗങ്ങളുള്ള ഏരിയയാണ് നിലമ്പൂർ. നിലമ്പൂരിൻ്റെ ചുറ്റും ആദിവാസി ഗ്രാമങ്ങളുണ്ട്. കറണ്ടില്ല, വഴിയില്ല, പാർക്ക. ഇന്നും അവർ പ്ലാസ്റ്റിക് ഷീറ്റിലാണ് കിടക്കുന്നത്. അവരുടെയൊക്കെ അവസ്ഥ കണ്ടാൽ എന്ത് രാഷ്ട്രീയമാണ് ഇവരോട് ചെയ്തിരിക്കുന്നത് എനിക്കറിയത്തില്ല. നമുക്കറിയാം, നമ്മൾ ഈ പല ഇവിടെ കർലായിലുണ്ട്, മുണ്ടേരിയുണ്ട്, തമ്പുരാട്ടിക്കല്ലിലുണ്ട്, അപ്പങ്കാപ്പ് കോളനിയിലുണ്ട്, ആനമറിയിലുണ്ട്, നമ്മുടെ കരിമ്പുഴയുണ്ട്, അങ്ങനെ പല സ്ഥലത്ത് അകമ്പാടത്തുണ്ട്. ഇവിടെയൊക്കെ ചെന്ന് അവരുടെയൊക്കെ സ്ഥിതി ഇന്നും വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. വിദ്യാഭ്യാസം ഇല്ല. ഇന്നും അവർ ഒരു പ്രാകൃത മനുഷ്യരായിട്ട് ഈ രാഷ്ട്രീയ ഭരണകൂടങ്ങൾ ഇവരെ തള്ളി വോട്ട് വാങ്ങി രാഷ്ട്രീയം. എന്തെങ്കിലും കുറച്ച് പോകില്ലേ, കുറച്ച് കഞ്ഞിയോ കുറച്ച് അരിയോ കൊണ്ട് ഒരു കിറ്റും കൊണ്ട് കൊടുക്കും. അല്ലാതെ എന്തുന്നമ്മന അവിടുന്ന് എത്ര പേര് വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്? എത്രയോ ആയിരക്കണക്കിന് ആദിവാസികളുണ്ട്. എത്ര കുട്ടികളാണ് അവിടുന്ന് SLC പാസ്സായിരിക്കുന്നത്? ഇല്ല. അവർക്ക് ഹോസ്റ്റലുണ്ട്. നിങ്ങൾക്കറിയാം, ഇവിടെ ഈ വെളിയന്തോട്ടിൽ അവർക്ക് ഒരു ഹോസ്റ്റലുണ്ട്, മണിമൂളി പണ്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അവസ്ഥ എന്താണ്? ഒരു നേരം കുട്ടികൾ അവിടെ ചാടി പോവുകയാണ്, നോക്കാൻ ആളില്ല. പക്ഷെ ഫണ്ടുണ്ട്, അത് വേറെ ആരൊക്കെ ചിലവാക്കുന്നു, അടിച്ചു മാറ്റുന്നു. അങ്ങനെ ആദിവാസി വിഭാഗത്തെ ഇവിടെ പിന്തള്ളിയിട്ടിരിക്കുകയാണ്. ഒരു പുരോഗമനവും അവർക്ക് ഇവിടെ ഇല്ല. ചേട്ടാ, ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട പ്രചരണം BJPയുടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. മോഹൻ ജോർജ്, അദ്ദേഹം അപ്രതീക്ഷിതമായിട്ട് വന്നൊരു സ്ഥാനാർത്ഥിയാണ്, വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെ BJPയുടെ ഒരു സജീവ പ്രവർത്തനം എന്നുള്ള നിലയിൽ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? മാറാത്തത് ഇവിടെ മാറും, അതാണ് ഞങ്ങൾക്ക് പ്രതികരിക്കാനുള്ളത്. ചേട്ടാ, പേരെന്തായിരുന്നു? സന്തോഷൻ ജോസഫ്, മൈനോറിറ്റി മോർച്ച ഇവിടെ മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ്. നിലമ്പൂർ ഗവൺമെൻറ് ITയുടെ ഗസ്റ്റ് അധ്യാപകനായിരുന്നു. ഇപ്പോൾ പാർട്ടിയിലെ സജീവ പ്രവർത്തനമാണ്. ഇപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ പൂർണ്ണമായിട്ട് കാണുന്നത്? എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? നിലമ്പൂർ മാറും. ഇവിടെ മോഹൻ ജോർജ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഇവിടെ വിജയിക്കും. ഈ ജനങ്ങളുടെ ഇടയിൽ ഈ മോഹൻ ജോർജിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വാധീനം എന്താണ്? മോഹൻ ജോർജ് ഇവിടെ കേരള കോൺഗ്രസ്സിൽ കാലങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അതുകൊണ്ട് തന്നെ ജയിക്കാൻ എല്ലാ രീതിയിലുള്ള ചാൻസുകളും ഉണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട 3 സ്ഥാനാർത്ഥികൾ, അൻവർ ആണെങ്കിലും അതോടൊപ്പം തന്നെ LDFിൻ്റെ സ്വരാജ് ആണെങ്കിലും ആര്യാടനാണെങ്കിലും, ഇവർ 3 പേരും ഇവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകൾ നേടിയെടുക്കാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കണം. പ്രത്യേകിച്ച് മുസ്ലിം വോട്ട് നേടിയെടുക്കാനാണ് പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ ഭൂരിപക്ഷമാണ്, നിലമ്പൂരിലെ ഭൂരിപക്ഷമാണ് മുസ്ലിം ജനത. അപ്പോൾ ഇതിനിടയിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പൂർണ്ണമായിട്ടും ക്രൈസ്തവ വോട്ടും ഹിന്ദു വോട്ടും ഏകീകരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നില്ലേ? അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ മൈനോറിറ്റി മോർച്ച മണ്ഡലം പ്രസിഡന്റ് ലത്തീഫ് എന്ന് പറഞ്ഞിട്ട് മുസ്ലിം കാൻഡിഡേറ്റാണ്. അപ്പം നമ്മൾ എല്ലാ വിഭാഗങ്ങളുടെ വോട്ട് വാങ്ങി വിജയിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും മോഹൻ ജോർജ് ഇവിടെ ജയിക്കും. വലിയ മാറ്റമുണ്ടാവും? വലിയ മാറ്റമല്ല, ഇവിടെ വിജയിക്കും, ഒരു തർക്കവും ഇല്ല.